പിന്നെ നമുക്ക് നോക്കാം ആക്റ്റീവ് പ്രോസസ് ആണ്. ഇത് ഞാൻ പോയിന്റ്സ് ആയിട്ട് അത് ഒന്ന് ലിസ്റ്റ് ചെയ്തതാണ്. അപ്പം ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് പ്രോസസ് ആണ്, അത് പാസീവ് അല്ല നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്? ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അതായത് ലൈഫ് ലോങ് നടക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ലേണിംഗ്. പിന്നെ ലേൺ ചെയ്തൊരു കാര്യം നമ്മൾ മറക്കുവോ? ഇല്ല. ലേൺ ചെയ്ത കാര്യങ്ങൾ മറക്കാനുള്ള ചാൻസസ് കുറവാണ്. സോ ഇറ്റ് ഇസ് എ റിലേറ്റീവ്ലി പെർമനന്റ് തിങ്. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ലീഡ്സ് ടു ലാസ്റ്റിംഗ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളൊരു കാര്യം ലേൺ ചെയ്താൽ അത് നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവും. പിന്നെ എന്താണ്? ഗോൾ ഓറിയന്റഡ്. എന്താ? ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് എ പർപ്പസ് ഓർ ഗോൾ ലൈക്ക് മാസ്റ്ററിംഗ് എ സ്കിൽ ഓർ സോൾവിംഗ് എ പ്രോബ്ലം. എപ്പോഴും ലേണിംഗ് എന്താണ്? ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ്. മോസ്റ്റ്ലി എന്താണ്? നമ്മളൊരു സ്കില്ല് മാസ്റ്റർ ചെയ്യുക. അപ്പൊ നമ്മൾ എന്താ എയിം ചെയ്യുന്നത്? ആ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ തന്നെയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. പിന്നെ എന്താ ഉള്ളത്? ഇറ്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവയോൺമെന്റ്. എന്താണ്? Learning is shaped by environmental factors including social, cultural and physical surroundings. Learning എന്ന് പറയുന്നത് എന്താണ്? ചുറ്റുപാടുകളിൽ ഒത്തിരി ചുറ്റുപാടുകളായിട്ട് ഒത്തിരി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെയോ? പിന്നെ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളജ് ബൈ ലിങ്കിങ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് പ്രയർ എക്സ്പീരിയൻസ്. അതായത് എന്താണ്? വീണ്ടും വീണ്ടും കൂടുതലായിട്ട് വരുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൺസ്ട്രക്ട് ആവുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ലേണിംഗ്. ഓക്കെ, അതായത് മുന്നേ ഉള്ള നോളജിനോട് കൂടി നമ്മളിപ്പോൾ അക്വയർ ചെയ്ത നോളജും കൂടി നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും ലേണിംഗ് പ്രോസസ്സിൽ. Okay, so these are the nature of learning. Nature of learning ഒന്നുകൂടെ പറഞ്ഞാൽ എന്തൊക്കെ പറയും? It is an active process, it is a continuous process, പിന്നെ എന്താണ്? It is relatively permanent, പിന്നെ it is goal oriented, it is influenced by environment and it is constructive. ഒരു 6 പോയിന്റ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് നോക്കാം. എന്തൊക്കെയാ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ്? ഒന്ന്, നമുക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് കിട്ടും, അല്ലേ? നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാം, പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? ലേണിംഗ് വേണം. പിന്നെ നമ്മളെ പുതിയൊരു എൻവയോൺമെന്റിൽ അഡാപ്റ്റ് ചെയ്യാൻ എന്ത് സഹായിക്കും? ലേണിംഗ് സഹായിക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ പുതിയ ടെക്നോളജീസ് വരികയാണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ടെക്നോളജീസ് പഠിക്കുമ്പോഴാണ് നമ്മൾ പുതിയൊരു ഇപ്പോഴത്തെ ഒരു വേൾഡിലോട്ട് നമ്മൾ എന്താവുന്നത്? അഡാപ്റ്റ് ആവുന്നത്. ഓക്കെ, സോ ലേണിംഗ് ഹെൽപ്സ് us ഇൻ അഡാപ്റ്റേഷൻ. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട് ലേണിംഗിന്, അല്ലേ? ലേണിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നമ്മൾ പല സ്കിൽസിനെയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, അല്ലേ? ആ ഒരു സ്കില്ല് നമ്മൾ ലേൺ ചെയ്തു എന്ന് പറയാം. അത് ലേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? കരിയർ അഡ്വാൻസ്മെന്റ്സും അങ്ങനത്തെ സക്സസും എല്ലാം നമുക്ക് എന്ത് വരും? സ്കിൽ ഡെവലപ്മെന്റിലൂടെ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്താണ്? സോഷ്യലൈസേഷൻ. ലേണിംഗ് എങ്ങനെയാ സോഷ്യലൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലെ? ഇഫക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ സോഷ്യലൈസേഷന് എന്ത് സഹായിക്കുന്നുണ്ട്? ലേണിംഗ് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലേണിംഗ് കൊണ്ട് ഉപകാരം? ഇക്കണോമിക് ഗ്രോത്ത്, അല്ലേ? A well-educated and skilled population contributes to national development by enhancing productivity, innovation and economic stability. ലേണിംഗ് ഉണ്ടെങ്കിൽ എന്തുണ്ട്? നമുക്ക് ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എപ്പോഴും എന്ത് വേണം? നോളജബിൾ ആയിട്ട് സ്കിൽ അറിയാവുന്നവരാകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഇപ്പം നമുക്ക് പൈസ കിട്ടുന്നത് പോലും ആർക്കാ പൈസ കിട്ടുന്നത്? സ്കിൽഡ് വർക്കേഴ്സിനാണ്, അല്ലെ? സ്കിൽ അറിയാവുന്നവർക്കാണ്. സ്കിൽ എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? ലേണിംഗിലൂടെ. സോ ലേണിംഗ് എന്തിന് ലീഡ് ചെയ്യും? എക്കണോമിക് ഗ്രോത്തിന് ലീഡ് ചെയ്യും. പിന്നെ എന്താണ്? എംപവർമെന്റ്. അതായത് നമുക്ക് പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റിന്, സെൽഫ് കോൺഫിഡൻസിന്, സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ എല്ലാത്തിനും എന്ത് വേണം? ലേണിംഗ് വേണം. പിന്നെ ലൈഫ് ലോങ് ബെനിഫിറ്റ്സ് ആണ് ലേണിംഗ് ഉള്ളത്, അല്ലെ? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പം ലൈഫ് ലോങ് നമ്മുടെ ഈ ലേണിംഗ് എന്ത് ചെയ്യാണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ഉണ്ട് എന്താ? വേറെ എന്താണ്? കരിയർ അഡ്വാൻസ്മെന്റ്. കരിയർ അഡ്വാൻസ്മെന്റ് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഒരു സ്റ്റേജിലാണ്, ഞാനിപ്പോ ഒരു LP സ്കൂൾ ടീച്ചറാണ്. ഞാൻ ഇനിയും ലേൺ ചെയ്യുകയാണെങ്കിൽ, അടുത്തൊരു ഗ്രേഡും കൂടെ ഞാൻ ലേൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അതെന്റെ കരിയർ അഡ്വാൻസ്മെന്റ് UPയിലോട്ട് മാറാം. ഓക്കെ, എന്റെ കരിയർ അഡ്വാൻസ്മെന്റിനെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ എന്താണ്? സൊസൈറ്റിയിൽ ഇമ്പാക്ട് എന്താണ്? എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ് ഉള്ള ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? അത് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും. കുറച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാർ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ആ ഡിസിഷൻസും നമ്മുടെ വ്യൂവും നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം എന്തായിരിക്കും? എഡ്യൂക്കേറ്റഡ് വ്യൂ ആയിരിക്കും, അല്ലെ? സോ ഇതാണ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഇത് ചെറിയ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പോയിന്റ്സ് ആണ് ഇവിടെ ഞാൻ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ലേണിംഗ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ലാംഗ്വേജ് വി സ്പീക്ക് or our attitude and belief
ഗോൾസ് ആൻഡ് അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ലേണിംഗ് ആണ് എല്ലാം നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമുക്ക് എത്ര അറിയാമെന്നുള്ളത് നമ്മളോട് സംസാരിച്ചാൽ മനസ്സിലാവും അല്ലേ? അതാ ഈ ലാംഗ്വേജ് വി സ്പീക്ക് എന്ന് പറഞ്ഞത്. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കാര്യത്തെ പറ്റി നമുക്ക് എന്തുമാത്രം അറിവുണ്ട് എന്നുള്ളത്. പിന്നെ എന്താണ് ഈ മോട്ടിവേഷൻ ടു ലേൺ ഓർ ഗെയിൻ സംതിങ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ? എന്തിനാ? എന്തേലും പഠിക്കാൻ അല്ലെങ്കിൽ എന്തേലും പുതിയൊരു നോളജ് നേടാനുള്ള ഒരു മോട്ടിവേഷൻ ആണ്. പിന്നെ എന്താണ്? ഇറ്റ് ഡെവലപ്സ് നോളജ്. ലേണിംഗ് എന്താണ്? നോളജ് ഡെവലപ്പ് ചെയ്യും, ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യും, പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും മോഡുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യത്തെ എങ്ങനെയാണോ നോക്കി കാണുന്നത് അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡോ? ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ കഴിവാണ്. സോ ഇത് രണ്ടും തമ്മിലൊരു മോഡുലേഷനിൽ വരാനായിട്ടും ലേണിംഗ് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലേണിംഗ് പിന്നെ എന്താണ്? ലൈഫ് എക്സ്പീരിയൻസസ് തന്നെ മാറ്റിമറിക്കും. പിന്നെ നമ്മുടെ ലൈഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ എന്താണ്? ക്രിയേറ്റിവിറ്റിയും എൻഹാൻസ് ചെയ്യും. ഇതാണ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ പോയിന്റ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ 9 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. എന്നിട്ട് അതിന്റെ കൂടെ ഈ ഒരു പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.